സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്താനായി മകളുടെയും കാമുകന്റെയും സഹായം തേടിയ ഒരമ്മ. ആ കൊലപാതകം മൂടിവെക്കാൻ അവർ പുറത്തിറക്കിയ കള്ളക്കഥകളും നാടകങ്ങളും ഒക്കെ അവസാനം പോലീസ് കൈയോടെ പിടികൂടി. പാലിൽ ഉറക്കഗുളിക കലക്കി നൽകി കല്ലുകൊണ്ട് തലയടിച്ചു പൊട്ടിച്ച് അവർ സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തിയത് മകൾക്കു വേണ്ടി തന്നെയായിരുന്നു. ഉത്തർപ്രദേശിലെ മഥുര എന്ന സ്ഥലത്താണ് അധികം കേട്ടുകേൾവിയില്ലാത്ത എല്ലാവരെയും ഞെട്ടിച്ച സംഭവം നടന്നിരിക്കുന്നത്. തന്റെ സ്വന്തം മകളുടെയും അവളുടെ കാമുകന്റെയും സഹായത്തോടെ നൈന എന്ന യുവതി സ്വന്തം ഭർത്താവിനെ കൊലപ്പെടുത്തി വനത്തിൽ കൊണ്ടുപോയി കത്തിച്ചു കളയുകയായിരുന്നു. കൊല്ലപ്പെട്ടയാളുടെ സഹോദരൻ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറം ലോകം അറിയുന്നത്. മകളും കാമുകനുമായുള്ള ബന്ധം പിതാവായ മനോജ് സോണി എന്ന 42-കാരൻ അംഗീകരിക്കാതെ വന്നതോടെയാണ് 3 പേരും ചേർന്ന് ഈ ക്രൂരകൃത്യം ചെയ്തത്. എന്താണ് യഥാർത്ഥത്തിൽ അന്ന് സംഭവിച്ചത് എന്ന് നമുക്കൊന്ന് നോക്കാം. ഒരിക്കൽ വീട്ടിൽ നിന്ന് പുറത്തുപോയപ്പോഴായിരുന്നു മനോജ് തന്റെ മകളെ ഒരു യുവാവിനൊപ്പം കാണുന്നതും ഇതേപ്പറ്റി മകളോട് സംസാരിക്കുന്നതും. യുവാവിനെപ്പറ്റി വ്യക്തമായി അന്വേഷിച്ച മനോജ് അവർ തമ്മിലുള്ള ബന്ധത്തെ ശക്തമായി എതിർക്കുകയായിരുന്നു. പിന്നീട് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് ഭാര്യയായ നൈനയുമായി ഇയാൾ തർക്കത്തിലാവുകയും ചെയ്തു. വീട്ടിലെല്ലാവരുമായി തർക്കവും പിണക്കവും ഒക്കെ ആയതോടെ മനോജ് വീട് വിട്ടു പോവുകയായിരുന്നു. മനോജ് എതിർത്തതോടെയാണ് ഇയാളെ കൊന്നുകളയാമെന്ന ഗൂഢാലോചനയിലേക്ക് 3 പേരും എത്തുന്നത്. പിന്നീട് ഭർത്താവ് വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഉറക്കഗുളിക നൽകിയ ചേർത്ത പാൽ നൽകി മനോജിനെ ബോധരഹിതനാക്കുകയായിരുന്നു ഇവർ ആദ്യം ചെയ്തത്. ബോധം പൂർണ്ണമായി നഷ്ടമായി എന്ന് മനസ്സിലാക്കിയതോടെ ഭാര്യയായ നൈന കല്ലുപയോഗിച്ച് മനോജിന്റെ തലയടിച്ച് തകർക്കുകയായിരുന്നു. പിന്നീട് മൃതദേഹം വനത്തിൽ കൊണ്ടുപോയി ആരും അറിയാതെ കത്തിച്ചു കളയാൻ ഇവർക്ക് കൂട്ടുനിന്നതാകട്ടെ സ്വന്തം മകളായ ഭക്തിയും അവളുടെ കാമുകനായ വിമൽ ചൌധരി. ദിവസങ്ങളോളമായി മനോജിനെ കാണാതെ വന്നതോടെയാണ് സഹോദരനായ രാംബാബു പരാതിയുമായി രംഗത്തെത്തുന്നത്. അപ്പോഴായിരുന്നു അയാൾ അറിയുന്നത് തുടക്കത്തിൽ രക്ഷപ്പെടുന്നതിന്റെ ഭാഗമായി ഭാര്യ നൈന തന്നെ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നുവെന്നതും പിന്നീട് അതൊരു കാരണവുമില്ലാതെ പിൻവലിക്കുകയും ചെയ്തിരുന്നുവെന്ന വിവരം. 3 ആഴ്ചയായിട്ടും സഹോദരനെ കാണാതെ വന്നതോടെയാണ് രാംബാബു പരാതിയുമായി പോലീസിന് മുന്നിലെത്തുന്നത്. അന്വേഷണം ആരംഭിച്ച പോലീസ് നൈനയിലേക്കും മകളിലേക്കും എത്തിയത് ഇങ്ങനെയായിരുന്നു. കൊലപാതക ശേഷം നൈന മകളെയും കൂട്ടി ഹത്രസിലുള്ള മാതാപിതാക്കളുടെ വീട്ടിലേക്ക് പോയി. മനോജിന്റെ ഭാര്യ ആയതുകൊണ്ട് തന്നെ വിവരങ്ങൾ ശേഖരിക്കാനായി പോലീസ് നൈനയുടെ ഹത്രസിലെ വീട്ടിലേക്ക് എത്തുകയും ചെയ്തു. എന്നാൽ നൈനയുടെ പിതാവിനെ ചോദ്യം ചെയ്തതോടെയാണ് പോലീസിന് നൈനയിൽ സംശയമുണ്ടായി തുടങ്ങിയത്. ഭർത്താവിനെ കാണാതായതിന്റെ വിഷമമോ സമ്മർദ്ദമോ ഒന്നും തന്നെ നൈനയ്ക്കോ കൊച്ചുമകൾക്കോ ഇല്ലെന്ന പിതാവിന്റെ മൊഴിയാണ് അന്വേഷണത്തിൽ വഴിത്തിരിവായത്. പിന്നീട് ഇരുവരെയും വിശദമായി ചോദ്യം ചെയ്തതോടെ ഇവർ കുറ്റം സമ്മതിക്കുകയായിരുന്നു. മനോജിനെ കൊലപ്പെടുത്തി 3 പേരും ചേർന്ന് അയാളെ യമുന നദിയുടെ തീരത്തുള്ള ഒരു വനപ്രദേശത്ത് കൊണ്ടുപോയി കത്തിക്കുകയാണുണ്ടായത്. जिसमें उनकी पत्नी, उनकी बेटी तथा एक संदिग्ध विमल चौधरी से पूछताछ की गई तो उस पूछताछ में पता चला कि जो विमल था उसके संबंध इनकी 16 वर्षीय पुत्री के साथ थे और माँ ने, बेटी ने और तथा उनके जो ये बॉयफ्रेंड थे विमल, इन्होंने तीनों ने मिलकर 19/4/26 को इनकी हत्या कर दी थी. ഈ മൃതദേഹം കത്തിച്ച ശേഷം മറ്റ് അവശിഷ്ടങ്ങൾ പ്രതികൾ ചേർന്ന് കുഴിച്ചിടുകയാണുണ്ടായിട്ടുള്ളത്. അവശിഷ്ടങ്ങൾക്കായുള്ള തെരച്ചിൽ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പ്രതികളെ ചോദ്യം ചെയ്തതിലൂടെ ലഭിച്ച വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് തെരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ 3 ദിവസത്തോളമായി തെരച്ചിൽ പുരോഗമിക്കുകയാണ്. അവിടെ രാത്രിയാണ് മൃതദേഹം കൊണ്ടുപോയി കത്തിച്ചത് എന്നതുകൊണ്ട് തന്നെ കൃത്യമായി സ്ഥലം തിരിച്ചറിയാൻ പ്രതികൾക്കും സാധിച്ചിട്ടില്ല. അതാണ് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെത്തുന്നത് താമസിക്കാൻ കാരണവും. വീട്ടിൽ നിന്ന് യമുനയുടെ തീരം വരെ ഏകദേശം 6 കിലോമീറ്റർ വിസ്തൃതിയിലാണ് അന്വേഷണം നടക്കുന്നതെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. കൂടാതെ പ്രതികൾ ചൂണ്ടിക്കാണിച്ച സ്ഥലത്തേക്ക് നദീജലം കയറിയതും മഴ പെയ്തതുകൊണ്ട് തന്നെ തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ മഴയിൽ ഒലിച്ചു പോകാനുള്ള സാധ്യതയുള്ളതുമൊക്കെ തെരച്ചിലിന് ഇപ്പോൾ തടസ്സം സൃഷ്ടിക്കുന്നുണ്ട്. മൃതദേഹാവശിഷ്ടങ്ങൾ എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ സാധിച്ചാൽ മാത്രമേ കൊലപാതകം സ്ഥിരീകരിക്കാനോ പ്രതികൾക്കെതിരെ കൂടുതൽ നടപടി സ്വീകരിക്കാനോ പോലീസിനും സാധിക്കൂ.
കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.